നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യത്ത് ജനഗണമന ആലപിക്കുന്ന എല്ലാ ചടങ്ങുകളിലും ഇതിനു മുൻപ് വന്ദേമാതരം 6 ചരണങ്ങൾ ആലപിക്കണമെന്ന് കേന്ദ്ര സർക്കാർ. വന്ദേമാതരവുമായി ബന്ധപ്പെട്ട പുതിയ മാർഗനിർദ്ദേശത്തിലാണ് ഇത് പറയുന്നത്. ത്രിവർണ്ണ പതാക ഉയർത്തുന്ന ചടങ്ങുകളിലും രാഷ്ട്രപതി, ഗവർണർമാർ പങ്കെടുക്കുന്ന ചടങ്ങുകളിലും 3 മിനിറ്റും 10 സെക്കൻഡും ദൈർഘ്യമുള്ള വന്ദേമാതരം ആലപിക്കണമെന്നാണ് നിർദ്ദേശം. വന്ദേമാതരം ആലപിക്കുന്ന സമയത്ത് എല്ലാ പൗരന്മാരും എഴുന്നേറ്റ് നിൽക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. എന്നാൽ ന്യൂസ് റീൽ, ഡോക്യുമെന്ററി, സിനിമാ പ്രദർശനം എന്നിവിടങ്ങളിൽ വന്ദേമാതരം പ്ലേ ചെയ്യുമ്പോൾ എഴുന്നേൽക്കേണ്ടതില്ല. സ്കൂൾ അസംബ്ലികളിലും വന്ദേമാതരം ആലപിക്കാൻ സാധിക്കുന്ന എല്ലാ പരിപാടികളിലും സ്ഥലങ്ങളിലും നിർബന്ധമായും ഇനി മുതൽ വന്ദേമാതരം ആലപിക്കണം. ദേശീയ ഗാനത്തിനൊപ്പം ദേശീയ ഗീതത്തിന്റെയും പ്രചാരം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ നീക്കം. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ 24 മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കും. ലേബർ കോഡുകൾ പിൻവലിക്കുക, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, കർഷക വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക, വൈദ്യുതി നിയമ ഭേദഗതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. CPM, CPI അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും കർഷക തൊഴിലാളി സംഘടനകളും സർക്കാർ അധ്യാപക സംഘടനകളും പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് CITU അഖിലേന്ത്യാ സെക്രട്ടറി എളമരം കരീം പറഞ്ഞു. അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയതായും ബലപ്രയോഗമോ അക്രമമോ ഉണ്ടാകില്ലെന്നും അറിയിച്ചു. BMS പണിമുടക്കിൽ പങ്കെടുക്കില്ല. പാൽ, പത്രം, ആശുപത്രി, മരുന്ന് ഷോപ്പുകൾ, ഫയർ ആൻഡ് റെസ്ക്യൂ, ആംബുലൻസ് തുടങ്ങിയ അത്യാവശ്യ സർവീസുകൾ ഒഴിച്ച് മറ്റെല്ലാ മേഖലയിലെയും തൊഴിലാളികൾ പണിമുടക്കുമെന്ന് തൊഴിലാളി യൂണിയനുകൾ അറിയിച്ചു. വ്യവസായ, കാർഷിക, വാണിജ്യ, വ്യാപാര മേഖലകൾ പൂർണ്ണമായി നിശ്ചലമാകും. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കും. മോട്ടോർ വാഹനങ്ങൾ നിരത്തിലിറങ്ങില്ല. COA തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രാദേശിക ചാനൽ പ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയ അവാർഡ് CCTVക്ക്. മികച്ച വാർത്താ അവതാരകയ്ക്കും പ്രോഗ്രാമിനുമുള്ള അവാർഡാണ് ലഭിച്ചത്. CCTV ന്യൂസ് എഡിറ്റർ രമ്യ S. നായരാണ് മികച്ച അവതാരക. CCTVയിൽ സംപ്രേഷണം ചെയ്യുന്ന തൊടിയിലെ ചെടി മികച്ച പ്രോഗ്രാമായി തെരഞ്ഞെടുത്തു. CCTV എക്സിക്യൂട്ടീവ് ഡയറക്ടർ KC ജോസാണ് പ്രോഗ്രാം കോർഡിനേറ്റർ. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 4:30 തൃപ്രയാറിൽ നടക്കുന്ന COA ജില്ലാ സമ്മേളനത്തിൽ പുരസ്കാരം വിതരണം ചെയ്യും. എരുമപ്പെട്ടി പഞ്ചായത്ത് 2026-27 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു. കുണ്ടന്നൂർ താജ് പാലസിൽ നടന്ന സെമിനാർ AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സ്വപ്ന പ്രദീപ്, PM സജി, പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ രാജി സോമൻ, VV വിവേക്, പ്രഭിത ബാലകൃഷ്ണൻ, മെമ്പർമാരായ NK കബീർ, K ഗോവിന്ദൻകുട്ടി, K സതീഷ് കുമാർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KC ഫ്രാൻസിസ് മാസ്റ്റർ, പഞ്ചായത്ത് സെക്രട്ടറി G ഗോകുൽ കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗങ്ങൾ പങ്കെടുത്തു. വേലൂർ വെങ്ങിലശ്ശേരിയിൽ അടിക്കാടിന് തീപിടിച്ചു. 9ാം വാർഡ് മെമ്പർ ബദുൽ സൈമന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ തീയണച്ചു. ഒഴിഞ്ഞ പറമ്പുകൾ സാമൂഹ്യ വിരുദ്ധർ താവളമാക്കുന്നതായും പറമ്പുകളിലെ മദ്യപാനവും പുകവലിയുമാണ് തീപിടുത്തത്തിന് കാരണമെന്നും വാർഡ് മെമ്പർ ബദുൽ സൈമൺ പറഞ്ഞു. എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി. ചാലിശ്ശേരി ശ്രീ മുലയമ്പറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിലെ പൂര മഹോത്സവത്തോടനുബന്ധിച്ച് പ്രാദേശിക പൂരാഘോഷ കമ്മിറ്റികൾക്ക് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. മാർച്ച് 1 ഞായറാഴ്ച നടക്കുന്ന പൂര മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിലേക്ക് എത്തുന്ന വിവിധ ആഘോഷ കമ്മിറ്റികളുടെ എല്ലാ കലാപരിപാടികൾക്കും മുൻകൂർ രജിസ്ട്രേഷൻ നിർബന്ധമാണെന്ന് കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റി അറിയിച്ചു. കാവടി, തെയ്യം, ശിങ്കാരിമേളം, കരിങ്കാളിക്കൂട്ടം ഉൾപ്പെടെ ആഘോഷങ്ങളുടെ ഭാഗമായി അവതരിപ്പിക്കുന്ന എല്ലാ പരിപാടികൾക്കും കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റി നൽകുന്ന രജിസ്ട്രേഷൻ ഫോം പൂരിപ്പിച്ച് ഫെബ്രുവരി 15 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് മുമ്പായി കമ്മിറ്റി ഭാരവാഹികൾക്ക് സമർപ്പിക്കണം. രജിസ്ട്രേഷൻ പൂർത്തിയാകാത്ത ആഘോഷ സംഘങ്ങളെ പൂര മഹോത്സവത്തിൽ പങ്കെടുപ്പിക്കില്ലെന്ന് കമ്മിറ്റി പ്രത്യേകം അറിയിച്ചു. അതേസമയം പൂരം തലേന്ന് ഫെബ്രുവരി 28 ക്ഷേത്രാചാരങ്ങളുടെ ഭാഗമായി പതിർ വാണിഭം നടക്കുന്നതിനാൽ അന്നേ ദിവസം ക്ഷേത്ര ഗ്രൗണ്ടിലോ പരിസര പ്രദേശങ്ങളിലോ ബന്ധപ്പെട്ട ആഘോഷ കമ്മിറ്റികളുടെ ഭാഗത്തു നിന്നും പരിപാടികൾ നടത്താൻ പാടില്ലെന്നും കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ഫെബ്രുവരി 12 നടക്കുന്ന ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മഹിളാ അസോസിയേഷൻ ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. ചാവക്കാട് ഹോച്ച്മിൻ സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി നഗരസഭാ പരിസരത്ത് സമാപിച്ചു. ഷൈനി ഷാജി, ഷീജ പ്രശാന്ത്, MB രാജലക്ഷ്മി, ബിബിത മോഹനൻ, ജീന രാജീവ്, മഞ്ജുഷ സുരേഷ്, പ്രസന്ന രണദിവെ, ബീന ഭൂപേഷ് എന്നിവർ നേതൃത്വം നൽകി.
തിരുത്തിക്കാട് ഭാരതമാത LP സ്കൂളിൽ നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും 71ാം വാർഷികാഘോഷവും ഫെബ്രുവരി 13 വെള്ളിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 80 ലക്ഷത്തിലേറെ രൂപ ചെലവഴിച്ച് അത്യാധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച ക്ലാസ് മുറികളും ഫർണിച്ചറുകളും അടങ്ങിയ കെട്ടിടം രാവിലെ 9:30 നടക്കുന്ന ചടങ്ങിൽ AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്യും. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷയാകും. കഥാകൃത്ത് P. സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും. പോർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷ് ആദരച്ചടങ്ങും കുന്നംകുളം നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് പ്രതിഭാദരവും ഉദ്ഘാടനം ചെയ്യും. കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A. മൊയ്തീൻ അവാർഡ് വിതരണം നടത്തും. ജനപ്രതിനിധികൾ, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ, PTA ഭാരവാഹികൾ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ഭാരവാഹികൾ, പൂർവ്വ അധ്യാപക പ്രതിനിധികൾ, നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ വാർഷികാഘോഷത്തിന്റെയും അധ്യാപക രക്ഷാകർതൃ ദിനത്തിന്റെയും ഭാഗമായി വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, സ്കൂൾ മാനേജർ അച്യുതാനന്ദൻ കണിശ്ശേരി, പ്രധാനാധ്യാപിക ജയമോൾ, PTA പ്രസിഡന്റ് CI ഹാഷിം എന്നിവർ പങ്കെടുത്തു. പുതുയുഗ യാത്രയുടെ വിജയത്തിനായി മഹിളാ സംഘടനകളും രംഗത്ത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് ഫെബ്രുവരി 18 പാവർട്ടിയിൽ നൽകുന്ന സ്വീകരണം വൻ വിജയമാക്കുവാനും 500 മഹിളകളെ പങ്കെടുപ്പിക്കാനും UDF മഹിളാ വിഭാഗം കൺവെൻഷൻ തീരുമാനിച്ചു. പുതുയുഗ യാത്ര വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായി UDF മഹിളാ സംഗമം സ്വാഗത സംഘം ഓഫീസിൽ ചേർന്നു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് സംഗമം ഉദ്ഘാടനം ചെയ്തു. പാവർട്ടി ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് മീര ജോസ് അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് മണലൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഷീജ ടീച്ചർ, കോൺഗ്രസ് നേതാക്കളായ PK രാജൻ, KK ബാബു, CJ സ്റ്റാൻലി, UDF മഹിളാ നേതാക്കളായ റൂബി ഫ്രാൻസിസ്, വിമല NK, സുഗന്ധിനി ഗിരീഷ്, പ്രിൻസി സുരേഷ്, രജനി കൃഷ്ണൻ, റംസിയ മുജീബ്, അഭിനി ശശി, സുനിത രാജു തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി ഗുരുവായൂരിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. CITU അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗം RV ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റൻ ഉണ്ണി വാറനാട്ടിന് RV ഇക്ബാൽ പതാക കൈമാറിയതോടെ കിഴക്കേ നടയിൽ നിന്നും ജാഥ ആരംഭിച്ചു. നഗരം ചുറ്റി പടിഞ്ഞാറേ നടയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CPI ജില്ലാ കമ്മിറ്റി അംഗം PK രാജേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗം KN രാജേഷ് അധ്യക്ഷത വഹിച്ചു. DREU റെയിൽവേ ഡിവിഷൻ സെക്രട്ടറി നിക്സൺ ഗുരുവായൂർ, CITU ഗുരുവായൂർ കോർഡിനേഷൻ കൺവീനർ ജെയിംസ് ആളൂർ, കർഷക സംഘം ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗം ശ്യാം പെരുമ്പിലാവിൽ, കർഷക തൊഴിലാളി ഗുരുവായൂർ മേഖലാ പ്രസിഡന്റ് P. രമേശ്, തിലകൻ ഗുരുവായൂർ തുടങ്ങിയവർ സംസാരിച്ചു. പൈതൃകം ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ ശിവരാത്രിക്ക് സമൂഹ ലളിത സഹസ്രനാമാർച്ചന നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശബരിമല മാളികപ്പുറം മുൻ മേൽശാന്തി വിഷ്ണു നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് ടൗൺ ഹാളിൽ പ്രാണശക്തി പൂജയ്ക്ക് ശേഷം 100 കണക്കിന് പേർ നാമജപവുമായി ക്ഷേത്രനടയിലെത്തും. ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 4:30 ആരംഭിക്കുന്ന ലളിത സഹസ്രനാമജപം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്യും. ലളിത സഹസ്രനാമത്തിന് സ്വാമി ഉദിത് ചൈതന്യ നേതൃത്വം നൽകും. ആലിസ് ഉണ്ണികൃഷ്ണൻ നാമം ചൊല്ലും. ഹിന്ദി മേഖലയിൽ ഭജൻസിന് പ്രശസ്തിയാർജിച്ച മൈഥിലി ഠാക്കൂർ MLA മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഭാരവാഹികളായ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, മധു K. നായർ, ഡോക്ടർ KB പ്രഭാകരൻ, പ്രൊഫസർ വൈശ്രവണത്ത് നാരായണൻ നമ്പൂതിരി, ശശികുമാർ കൊടമന തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കടവല്ലൂർ കടങ്ങോട് പഞ്ചായത്തുകളിൽപ്പെട്ട തിപ്പിലശ്ശേരി ചിറമനേങ്ങാട് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാതെ ജനങ്ങളുടെ യാത്ര ദുസ്സഹമാകുന്ന കുന്നംകുളം MLA AC മൊയ്തീന്റെ അനാസ്ഥക്കെതിരെ പള്ളിക്കുളം മേഖല UDF കമ്മിറ്റി നടത്തുന്ന 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഉപവാസ സമരം DCC ജനറൽ സെക്രട്ടറി K. ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹക്കിം MH അധ്യക്ഷനായി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PK ദേവദാസ്, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി KK ഉസ്മാൻ, വാർഡ് മെമ്പർമാരായ KP ദിവ്യ, ബിനി സുഭാഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇതിനു മുമ്പ് വാഴനട്ടും ചെളിവെള്ളത്തിൽ ഇരുന്നും പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിരുന്നു. 5 ദിവസം നീണ്ടു നിൽക്കുന്ന സമരത്തിന്റെ ആദ്യ ദിവസം വാർഡ് മെമ്പർ KP ദിവ്യ സമരത്തിന് നേതൃത്വം നൽകും. 2ാം ദിവസത്തിൽ പള്ളിക്കുളം സെന്ററിൽ വാർഡ് മെമ്പർ ബിനി സുഭാഷ് നേതൃത്വം നൽകും. ആസ്തി രജിസ്റ്ററിലുള്ള ഒരു റോഡല്ലേ ഈ തിപ്പലശ്ശേരി റോഡ്. അതുപോലെ തന്നെ ചെറുമനേങ്ങാട് കടങ്ങോട് ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിലുള്ള ഒരു റോഡല്ലേ. എവിടെ കരാറുകാരൻ എന്ന് ചോദിക്കുമ്പോൾ കൈമലർത്തുകയാണ്. ഞങ്ങൾ ആരുടെ മുമ്പിലാ ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ടത്? ഞങ്ങൾ ആരുടെ മുന്നിലാ സമരങ്ങൾ നടത്തേണ്ടത്? ഈ റോഡിന്റെ ദുരവസ്ഥക്കെതിരെ 2 ഘട്ടങ്ങളിലായി സമരം നടത്തി. ആ സമരം നടത്തിയിട്ടും കണ്ണു തുറക്കാത്ത അധികാരികളെ അത് വിളിച്ചു വരുത്തിക്കൊണ്ട് ഈ റോഡിന്റെ ദുരവസ്ഥയെ നേരിൽ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അടിയന്തരമായി ഈ റോഡിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തണമെന്നാണ് ഈ സമരത്തിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്.
വടുതല ഗവൺമെന്റ് UP സ്കൂളിന്റെ 106ാമത് വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. കുന്നംകുളം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും നടനും എഴുത്തുകാരനുമായ VK ശ്രീരാമൻ മുഖ്യാതിഥിയായിരുന്നു. കുന്നംകുളം നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് ഉപഹാര സമർപ്പണം നടത്തി. കുന്നംകുളം നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോൺസി, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിഷ സെബാസ്റ്റ്യൻ, വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർഷ ജിജു, സ്കൂൾ PTA പ്രസിഡന്റും 1ാം വാർഡ് കൗൺസിലറുമായ NA ഷനോഫ്, വാർഡ് കൗൺസിലർ ലബീബ് ഹസൻ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. പുസ്തകത്താളുകളിലെ അറിവിനപ്പുറം മണ്ണും മനസ്സും ചേർത്ത് പിടിച്ച് കുന്നംകുളം എക്സൽ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികൾ. സ്കൂളിനോട് ചേർന്നുള്ള പാടത്ത് വിദ്യാർത്ഥികൾ തന്നെ വിളയിച്ചെടുത്ത ജൈവ നെല്ല് കൊയ്തെടുത്ത് പുഴുങ്ങിക്കുത്തിയ അരി ഉപയോഗിച്ച് നടത്തിയ കഞ്ഞി ഉത്സവം വിദ്യാലയത്തിൽ വേറിട്ടൊരു അനുഭവമായി. വിത്തുപാകുന്നത് മുതൽ കൊയ്ത്തുവരെ 6ാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾ നെൽകൃഷിയുടെ ഓരോ ഘട്ടത്തിലും സജീവ പങ്കാളികളായിരുന്നു. ഞാറുനടിയിൽ, കളപറിക്കൽ, കൊയ്ത്ത് തുടങ്ങിയ കൃഷിപ്പണികൾ നേരിട്ട് അനുഭവിച്ചറിഞ്ഞാണ് അവർ ഈ വിളവെടുപ്പിലേക്ക് എത്തിയത്. പൂർണ്ണമായും ജൈവ രീതിയിലായിരുന്നു കൃഷിയെന്നത് ഈ സംരംഭത്തിന്റെ മാറ്റുകൂട്ടുന്നു. വെച്ചൂർ പശുക്കളും പച്ചക്കറിത്തോട്ടവും കൃഷിക്കാവശ്യമായ ജൈവവളം ലഭ്യമാക്കുന്നതിനായി കേരളത്തിന്റെ സ്വന്തം ഇനമായ വെച്ചൂർ പശുക്കളെ സ്കൂൾ അങ്കണത്തിൽ തന്നെ പരിപാലിക്കുന്നുണ്ട്. സ്കൂളിലെ സമൃദ്ധമായ ഫാമും പച്ചക്കറിത്തോട്ടവും വിദ്യാർത്ഥികളുടെ കാർഷിക അഭിരുചി വളർത്തുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നു. കഞ്ഞി ഉത്സവത്തിന് കറികൾ തയ്യാറാക്കുന്നതിനാവശ്യമായ മുഴുവൻ പച്ചക്കറികളും സ്കൂൾ തോട്ടത്തിൽ നിന്ന് തന്നെയാണ് ശേഖരിച്ചത്. സ്കൂൾ അങ്കണത്തിൽ നടന്ന കഞ്ഞി ഉത്സവത്തിൽ കുന്നംകുളം നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ മിഷ സെബാസ്റ്റ്യൻ, ആർഷ ജിജു, മാധ്യമപ്രവർത്തകൻ C ഗിരീഷ് കുമാർ എന്നിവർ അതിഥികളായി പങ്കെടുത്തു. കുട്ടികൾ തന്നെ വിളയിച്ചെടുത്ത അരിയുടെ രുചിയും ഗുണവും നേരിട്ടറിഞ്ഞ അതിഥികൾ സ്കൂളിന്റെ ഈ കാർഷിക വിപ്ലവത്തെ അഭിനന്ദിച്ചു. മുഴുവൻ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കൃഷിയുടെയും അധ്വാനത്തിന്റെയും വില മനസ്സിലാക്കി നൽകിയ ഈ ഉത്സവം വരും വർഷങ്ങളിലും തുടരാനാണ് സ്കൂൾ അധികൃതരുടെ തീരുമാനം. തയ്യൂർ യുവതരംഗം കലാകായിക സാംസ്കാരിക വേദി ഗ്രന്ഥശാലയുടെ സിൽവർ ജൂബിലി ആഘോഷം ഫെബ്രുവരി 14 വൈകിട്ട് 5:30 നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 1997 ആരംഭിച്ച യുവതരംഗം ക്ലബ്ബ് പിന്നീട് സാംസ്കാരിക വേദിയായും ഗ്രന്ഥശാലയുമായി ഉയർത്തി പ്രവർത്തനങ്ങൾ വിപുലീകരിച്ചു. തയ്യൂർ ദേശത്തിന്റെ കലാകായിക സാംസ്കാരിക വളർച്ചയിൽ നിർണായക സ്വാധീനം ചെലുത്തിയാണ് യുവതരംഗം മുന്നോട്ടു പോകുന്നത്. വനിതകൾക്ക് തൊഴിൽ പരിശീലനം, കുട്ടികൾക്ക് കലാകായിക പരിശീലനം തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. സിൽവർ ജൂബിലി ആഘോഷം ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പ്രൊഫസർ ഹരിദാസൻ ഉദ്ഘാടനം ചെയ്യും. യുവതരംഗം കലാകായിക സാംസ്കാരിക വേദി ആൻഡ് ഗ്രന്ഥശാലയുടെ സിൽവർ ജൂബിലി ആഘോഷമാണ് ഈ വരുന്ന 2026 ഫെബ്രുവരി 14 വൈകിട്ട് 5:30 ആഘോഷിക്കുന്നത്. അതായത് ചിത്രരചന, അതുപോലെ ലഹരി വിരുദ്ധ സെമിനാറുകൾ, കുട്ടികൾക്ക് കരാട്ടെ, അതുപോലെ സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനത്തിന് വേണ്ടിയിട്ട് തയ്യൽ, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് വായനശാല മുന്നോട്ട് പോവുകയാണ്. അതിലുപരിയായിട്ട് ഏറ്റവും സന്തോഷമുള്ളത് 2023-24 വർഷത്തിലെ കുന്നംകുളം താലൂക്കിലെ പ്രവർത്തന ഗ്രാൻഡായിട്ടുള്ള ആ മുഴുവൻ സംഖ്യയും ഈ വായനശാലയ്ക്ക് വാങ്ങിയെടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 10,000 രൂപ. ഗ്രന്ഥശാല പ്രസിഡന്റ് KR രാജീവ് അധ്യക്ഷനാകും. എഴുത്തുകാരൻ CF ജോൺ ജോഫി മുഖ്യപ്രഭാഷണം നടത്തും. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ മീന സാജൻ, ബ്ലോക്ക് മെമ്പർ മഞ്ജുഷ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് NV ബിജു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിതീഷ് ചന്ദ്രൻ, മെമ്പർ ഷൈനി ഫ്രാൻസിസ്, നേതൃസമിതി പ്രസിഡന്റ് PR മോഹനൻ, ഗ്രന്ഥശാല സെക്രട്ടറി AL വിൻസെന്റ് തുടങ്ങിയവർ പങ്കെടുക്കും. നാദസ്വര ആശാൻ സുബ്രഹ്മണ്യൻ തയ്യൂർ, കേരള സ്കൂൾ കലോത്സവത്തിൽ വയലിൻ മത്സരത്തിൽ A ഗ്രേഡ് നേടിയ അദ്വൈത് എന്നിവരെയും ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളെയും ചടങ്ങിൽ ആദരിക്കും. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ഗ്രന്ഥശാല പ്രസിഡന്റ് KR രാജീവ്, സെക്രട്ടറി AL വിൻസെന്റ്, രക്ഷാധികാരി ഷൈനി ഫ്രാൻസിസ്, പ്രോഗ്രാം കൺവീനർ MJ ജസ്റ്റിൻ, വൈസ് പ്രസിഡന്റ് രഞ്ജു തോമസ്, ജോയിന്റ് സെക്രട്ടറി ഷീബ എന്നിവർ പങ്കെടുത്തു. തൊഴിയൂർ AMLP സ്കൂളിന്റെ 116ാം വാർഷികം ആഘോഷിച്ചു. ഗുരുവായൂർ മുനിസിപ്പാലിറ്റി വാർഡ് കൗൺസിലർ ഷബാന ഷമീർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഷെഫീല അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. സർമ ടീച്ചർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രധാന അധ്യാപിക CJ സോഫി, മുൻ പ്രധാന അധ്യാപിക മേഴ്സി ടീച്ചർ, PTA പ്രസിഡന്റ് യൂസുഫ് NA എന്നിവർ സംസാരിച്ചു. 2024-25 വർഷത്തെ LSS സ്കോളർഷിപ്പ് നേടിയ അൻസിലയെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളുമുണ്ടായി.
ഗുരുവായൂർ പെരുന്തട്ട മഹാദേവ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന 7ാമത് മഹാരുദ്രയജ്ഞം അതിപ്രധാന ചടങ്ങായ വസോർധാരയോടെ സമാപിച്ചു. കീഴടം രാമൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടന്ന രുദ്രജപവും ക്ഷേത്രം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ നടന്ന വിശിഷ്ട അഭിഷേക ദർശനത്തിനും വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. ഫെബ്രുവരി 1-ന് ആരംഭിച്ച പരിപാടിയിൽ ദിവസവും അഭിഷേകം, വിശേഷാൽ പൂജകൾ, നാരായണീയ പാരായണം, കേളി, നാഗസ്വരം, വിവിധ കലാപരിപാടികൾ, അന്നദാനം എന്നിവയും ഉണ്ടായിരുന്നു. 11 ദിനങ്ങളിലായി നടന്ന ചടങ്ങുകൾ ഇന്നത്തെ വിശേഷാൽ പൂജകളോടെ സമാപിച്ചു. യുവ എഴുത്തുകാരി ഷംല നൌഷാദ് ആയമുക്കിന്റെ ഇലമേലാപ്പ് എന്ന കവിതാ സമാഹാരത്തിന്റെ കവർ പ്രകാശനം ചെയ്തു. കേച്ചേരി ആയമുക്കിൽ നടന്ന ചടങ്ങിൽ എഴുത്തുകാരനും ഗിന്നസ് റെക്കോർഡ് ജേതാവുമായ സത്താറാദൂർ കവർ പ്രകാശനം നിർവഹിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ്, ചൂണ്ടൽ പഞ്ചായത്ത് 8ാം വാർഡ് മെമ്പർ ടി.കെ. ഹക്കീം, 9ാം വാർഡ് മെമ്പർ ടി.ഒ. സെബി എന്നിവർ സന്നിഹിതരായിരുന്നു. കോട്ടയം പുതുവേലിയിലെ ഇമ പബ്ലിക്കേഷൻസ് ആണ് പുസ്തക പ്രസാധകർ. ചിറമനേങ്ങാട് കനിവ് ട്രസ്റ്റിന് കീഴിലുള്ള കനിവ് എന്റെ വീടിൽ കാരുണ്യ സ്പർശം 2026 സംഘടിപ്പിച്ചു. വിബിധ് ചാരിറ്റബിൾ ട്രസ്റ്റും കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായാണ് കാരുണ്യ സ്പർശം നടത്തിയത്. സാമൂഹിക പ്രവർത്തകൻ കരീം പന്നിത്തടം ഉദ്ഘാടനം ചെയ്തു. അന്തേവാസികൾക്കായി 1 വർഷത്തേക്കുള്ള സൗജന്യ മരുന്നുകളുടെ വിതരണം കനിവ് ചെയർപേഴ്സൺ എസ് ജമീല ടീച്ചർക്ക് കരീം പന്നിത്തടം കൈമാറി. ചടങ്ങിൽ കനിവ് ട്രഷറർ ടി.എ. ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. പൊതുപ്രവർത്തകൻ എം.എ. കമറുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. വിബിധ് ട്രസ്റ്റ് ജനറൽ കൺവീനർ അൻവർ അബൂബക്കർ പദ്ധതിയുടെ വിശദീകരണം നടത്തി. കനിവ് ട്രസ്റ്റ് മാനേജർ ബാപ്പുനു വി മുഹമ്മദ്, ഭാഗ്യശ്രീ, ടി.കെ. ഷൈമ എന്നിവർ സംസാരിച്ചു. മന്നലാംകുന്ന് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഷിഹാൻ മുഹമ്മദ് സാലിഹിന്റെ നേതൃത്വത്തിലുള്ള ഡ്രാഗൺ കരാട്ടെ ക്ലബ് സംഘടിപ്പിച്ച JSKA ഇന്റർ ഡിസ്ട്രിക്ട് ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ സർ സയ്യിദ് ഇംഗ്ലീഷ് സ്കൂൾ പാവർട്ടിയും LP വിഭാഗത്തിൽ തൃത്താല IES സ്കൂളും ഓവറോൾ കിരീടം സ്വന്തമാക്കി. പെരിയമലം സീലാൻഡ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി പുന്നിയൂർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഹസൻ തളികശ്ശേരി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ഷംസീറ അഷ്റഫ് മുഖ്യാതിഥിയായി. പുന്നിയൂർക്കുളം ഗ്രാമപഞ്ചായത്ത് മെമ്പർ സെലീന മൊയ്തീൻ, പുന്നിയൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സീനത്ത്, സർ സയ്യിദ് സ്കൂൾ പ്രിൻസിപ്പൽ അൻവർ സാദിഖ്, സുരേന്ദ്രൻ മരക്കാർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. UP ഹൈസ്കൂൾ വിഭാഗത്തിൽ സർ സയ്യിദ് സ്കൂൾ പാവറട്ടി ചാമ്പ്യന്മാരായി. LP സ്കൂൾ വിഭാഗത്തിൽ AES സ്കൂൾ തൃത്താല ചാമ്പ്യന്മാരായി. UP ഹൈസ്കൂൾ വിഭാഗത്തിൽ ഫസ്റ്റ് റണ്ണറപ്പ് ICI വട്ടമ്പാടം, സെക്കൻഡ് റണ്ണറപ്പ് AES തൃത്താലയും സ്വന്തമാക്കി. LP വിഭാഗത്തിൽ ഫസ്റ്റ് റണ്ണറപ്പ് പിസ് ഇന്റർനാഷണൽ സ്കൂൾ കോഴിക്കോടും സെക്കൻഡ് റണ്ണറപ്പ് അഞ്ചങ്ങാടി ഫോക്കസ് സ്കൂളും സ്വന്തമാക്കി. 5 ജില്ലകളിൽ നിന്നായി 750-ലധികം കുട്ടികൾ പങ്കെടുത്തു. ഷിഹാൻ മുഹമ്മദ് സാലിഹിന്റെ നേതൃത്വത്തിലുള്ള ഡ്രാഗൺ കരാട്ടെ JSKയുടെ കീഴിൽ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് ബെൽറ്റ് വിദ്യാർത്ഥികളുള്ള മാസ്റ്റർ എന്ന ബഹുമതിയും കരസ്ഥമാക്കിയിട്ടുണ്ട്. ഷിറ്റോറിയോ കേരള ചീഫ് ഷിഹാൻ ജയേഷ് റാമ്പിക്കൽ സ്വാഗതവും സെൻസൈ അമീൻ രാജ് നന്ദിയും പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,530 രൂപ, പവന് 1,16,240 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 290 രൂപ. ചരമം വേലൂർ പെരുവഴിക്കാട്ട് കുഞ്ഞു മാധവിയമ്മ മകൾ കാർത്തിയേനിയമ്മ നിര്യാതയായി 80 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മധുരപ്പുള്ളി ശ്രീധരൻ നായർ ഭർത്താവാണ്. ഗിരിജ, രാജേന്ദ്രൻ, മുകേഷ്, ജലജ എന്നിവർ മക്കളാണ്. എരുമപ്പെട്ടി നമ്പരത്ത് മാനുക്കുട്ടിയുടെ മകൻ വേലായുധൻ നിര്യാതനായി. 75 വയസ്സായിരുന്നു. മൃഗസംരക്ഷണ വകുപ്പിൽ റിട്ടയർഡ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ആയിരുന്നു. റിട്ടയർഡ് അധ്യാപിക രമാദേവി ഭാര്യയാണ്. വിഷ്ണുദാസ്, അനു, റമീസ് എന്നിവർ മക്കളാണ്. സംസ്കാരം ഇന്ന് 3 മണിക്ക് ചെറുതുരുത്തി ശാന്തി തീരത്ത് നടക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.